നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് HJG എന്ന് പറയപ്പെടുന്ന HJG ബ്രാൻഡിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ HJG ആണെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും HJGയുടെ 9 LED ഉള്ള ഒരു വൈറ്റ് കളർ ഫോഗ് ലൈറ്റ് ആണ് കേട്ടോ. വളരെ സ്ലിം ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് ഞാൻ ബൈക്കിൽ പിടിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സാധനമാണ്, HJG മിനി ഡ്രൈവ്. ഇത് വേർഷൻ 4 or 3 മറ്റോ ആണ്. അതായത് ഇതിനകത്ത് മറ്റേ റെഡ് ഐ ഡബിൾസ് ഐ എന്ന് പറഞ്ഞാൽ റെഡ് ഐയും കൂടെ ഉള്ളൊരു സാധനമാണ്. എനിക്കിവിടെ സൈഡിൽ നിന്ന് നോക്കിയാൽ റെഡ് ചിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം അതാ റെഡ് ചിപ്പ് ഉണ്ട് സൈഡിൽ, ഇവിടെയുണ്ട് 2 സൈഡിൽ റെഡ് ചിപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സെൻറ്ററിൽ നോക്കിയാൽ കാണാം താഴത്തെ ചിപ്പ് കണ്ടോ, കംപ്ലീറ്റ്ലി വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ ബ്ലൂ കളറിൽ ഫ്ലാഷ് ചെയ്യുന്നത്. മുകളിലത്തേത് കംപ്ലീറ്റ്ലി ചിപ്പ് തന്നെ പൊട്ടിപ്പോയി, അപ്പം അത് വർക്ക് ചെയ്യല്ല. സോ ഇത് വെള്ളം കയറില്ല എന്നൊക്കെ പറഞ്ഞ് 1500 രൂപയുള്ള ഒരു സെറ്റിനായതാണ്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും കൂടെ 1500 രൂപയായിട്ടുണ്ട്. ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. പക്ഷേ 3 മാസം ഇത് ഞാൻ പിടിപ്പിച്ചിട്ട് 3 മാസമായുള്ളൂ. 3 മാസത്തിനിടയ്ക്ക് വെറും 2 മഴ നനഞ്ഞതാണ്. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടോ. 3 മാസത്തിൽ 2 മഴ. അതോടുകൂടി അതിൻ്റെ കട്ടയും പടവും മടങ്ങി. ഇതിൻ്റെ പെയറുണ്ട്, പെയർ കംപ്ലീറ്റ്ലി ഡെഡാണ്. ഇത് അറ്റ്ലീസ്റ്റ് ഒരു കളർ ഫ്ലാഷെങ്കിലും ചെയ്യും, മറ്റേത് കംപ്ലീറ്റ്ലി ഡെഡാണ്. അപ്പോൾ രണ്ടും വെള്ളം കയറി വാട്ടർ ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പം ഇതിന് 1500 രൂപ, സ്വിച്ച് എക്സ്ട്രാ വെച്ചതിന് അതിനൊരു 300 രൂപ, പിന്നെ വയറിങ് ഫുള്ള് ചെയ്തതിന് എല്ലാം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപയ്ക്ക് മുകളിൽ 3 മാസം കൊണ്ട് അതാ പോവുക. അപ്പോൾ എന്തായാലും ഇത് മാറിക്കളഞ്ഞു. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും. അപ്പം ഇതിനകത്ത് നിലവിൽ ഞാനിപ്പോൾ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന HJG എന്ന് പറയുന്ന ലൈറ്റാണ്. 9 ഷോപ്പുകളിൽ ഞാൻ കയറി കേട്ടോ. അതായത് സർവീസ് സെൻറ്റർ അല്ല, സ്പെയർ പാർട്സിൻ്റെ കടകളും ഈ ആക്സസറീസ് വിൽക്കുന്ന കടകളൊക്കെ ആയിട്ട് 9ഓളം കടയിൽ രാത്രി 6:00 ശേഷം കയറി എല്ലാം അവിടെ ഇരുന്ന HJG ബ്രാൻഡിങ്ങിലുള്ള ലൈറ്റുകളെല്ലാം തന്നെ ചെക്ക് ചെയ്തു. പല കടയിലും ഇരിക്കുന്ന സെയിം സാധനമാണ്, HJG ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ലൈറ്റ് മാത്രം ഞാൻ എടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഇതിനാണ്. ഞാൻ ആ 9 കടയിൽ കണ്ടതിലും ഏറ്റവും വെളിച്ചമുള്ള ഔട്ട്പുട്ട് ഇതിനായിരുന്നു. വേറെ ഒരു ലൈറ്റിനും ഇത്രയും വെളിച്ചം ഉണ്ടായില്ല. അതുമാത്രമല്ല, ഇത് ഒറിജിനലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഇതിൻ്റെ കവർ കണ്ടോ, ഇത് കാർഡ്ബോർഡ് കവറാണ്. മറ്റേതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ കവറാണ്. ഇതാ ഫോക്കസ് ആവുമോ ഇല്ലെന്ന് അറിയില്ല കണ്ടോ, ഇത് കട്ടി കാർഡ്ബോർഡാണ്. മറ്റേതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ പേപ്പർ കവറില്ലേ, വെറുതെ പേപ്പർ കവർ. ആ പേപ്പർ കവറിലാണ് ഇതിന് മുമ്പത്തെ ബൾബൊക്കെ വന്നിരുന്നത്. പിന്നെ ഇതിനകത്ത് ആക്സസറി വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെച്ചിരുന്നല്ല, ഇതിനകത്ത് ഇതിൻ്റെ ഫിറ്റിംഗ് മൗണ്ടിങ് ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഈ പൊതിഞ്ഞിരിക്കുന്നത് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നുണ്ട്, സ്ക്രൂസൊക്കെ. മൗണ്ടിങ് ആക്സസറീസ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ് വരുന്നത്. ഇത് ഞാൻ പെയിൻ്റ് അടിച്ചാണ്, വരുമ്പം സ്റ്റീൽ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2 പെയർ വാങ്ങിച്ചിട്ടുണ്ട്. 2 പെയർ, അതായത് 2ൻ്റെയും മൗണ്ടിങ് ബ്രാക്കറ്റൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇത് നമുക്കിന്നൊന്ന് കറണ്ട് ടെസ്റ്റ് ചെയ്യണം. പവർ എത്രയാണ് ഇതിൻ്റെ റേറ്റിംഗ് എന്നുള്ളത് നമുക്കറിയണം. അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് നല്ല ബ്രൈറ്റാണ് കേട്ടോ. സംഗതി നല്ല ബ്രൈറ്റാണ്. ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. പകൽ തന്നെ നല്ല വെളിച്ചമാണ്. രാത്രിയിലേക്ക് വരുമ്പോഴേക്കും അതിലും വെളിച്ചം വരും. ഞാനിത് തെളിച്ച് നോക്കിയിട്ടല്ലോ. 9 കടയിൽ ഈ ബ്രാൻഡിങ്ങിലുള്ള പല സാധനം ഉണ്ടെങ്കിലും എല്ലാത്തിലേക്കാളും വെളിച്ചമുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനായിരുന്നു. ഇവർ പറഞ്ഞേക്കണ 27 വാട്ട്സാണ്, 9 to 80 വോൾട്ട്, 6000 ലൂമൻസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും വലിയ കാര്യമായിട്ടില്ല. പറഞ്ഞ പോലെ ഇതിനകത്ത് വേറൊരു മോഡൽ കാണിക്കുന്നുണ്ട്, റിംഗ് ലൈറ്റ് ഉള്ളത്. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല. ഇതും 27 വാട്ട്സാണ് ഈ മോഡലും പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പവറാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വോൾട്ടേജും കറണ്ടും ഒന്ന് മെഷർ ചെയ്യാം. തൽക്കാലത്തേക്ക് ഇതിങ്ങനെ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. ഇത് നമുക്ക് വോൾട്ടേജ് നമുക്കിവിടെ കൊടുക്കാം, കറണ്ട് ഇവിടെ കാണിക്കും. വോൾട്ടേജ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീറ്റർ ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്. നെഗറ്റീവ് ഞാൻ കൊടുക്കുമ്പോൾ 12 വോൾട്ട് ഉണ്ട്. ഇവിടെ കറണ്ട് കാണിക്കും കണ്ടല്ലോ. 1 ആംപിയറാണ് ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. 1 ആംപിയർ കറണ്ട് 12 വോൾട്ട്. അപ്പോൾ 12 വാട്ട്സാണ് ഈ ലൈറ്റിൻ്റെ പവർ എന്ന് പറയുന്നത്. 12 വാട്ട്സ്. ഇവർ പറഞ്ഞിരിക്കുന്നത് 27 വാട്ട്സാണ്. 27 വാട്ട്സ് ഇല്ല. ഒരെണ്ണം 1 ആംപിയർ 12 വോൾട്ട്. 12 വാട്ട്സാണ് ഈ ലൈറ്റിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 12 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംഗതി ഒറിജിനലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇവർ പറഞ്ഞേക്കുന്ന റേറ്റിംഗ് ആയിട്ട് വളരെയധികം ഡിഫറൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന റേറ്റിംഗ്.
12 വാട്ട്സേ ഉള്ളൂ. 2 എണ്ണം വെച്ചാൽ 24 വാട്ട്സേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഞാനിത് ബൈക്കിൽ പിടിപ്പിക്കാം. ബൈക്കിൽ പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഈ സാധനം ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഈ കവറിൽ ഈ ബ്രാൻഡിങ്ങിലൊക്കെ വന്നാൽ പോലും സംഗതി ഒറിജിനലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ കണ്ടല്ലോ 12 വാട്ട്സേ ഉള്ളൂ, 27 വാട്ട്സൊക്കെ എഴുതിയിട്ട്. പക്ഷേ എന്തായാലും ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. അത് ഞാൻ പിടിപ്പിച്ചതിന് ശേഷം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.